ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാ മോളെ, മോളെ അച്ഛൻ പറയുന്ന കേക്ക്. ഇത്രയും ദിവസം പ്രിയങ്ക മോളി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു നേരത്തെ ഭക്ഷണം അതിന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ടോ നീ? വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം സ്വന്തം കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എവിടെ നിന്നാ ഈ സ്നേഹം പൊട്ടിമുളച്ചത്? അപ്പൊ പ്രിയങ്ക ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങളുടെ ഉള്ളിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തുദ്ദേശം? വരുണും രാധികയും നന്നായി ജീവിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, അത്ര തന്നെ. എന്തായാലും കൽപ്പന ഈ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ? പ്രിയങ്കയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പ്രിയങ്ക പോട്ടെ. മോള് കുറച്ചുകൂടെ കഴിക്കേ. എഴുന്നേക്കാനാ പറഞ്ഞത്. കുറച്ചുകൂടെ ഇത്രയും മതി. ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് കൊടുത്തോളാം. വന്ന് കൈ കഴുകിയത് ഇങ്ങോട്ട് പാടും. അവരോട് എന്താ കാണിക്കുന്നത്? കേക്ക് കൈ കഴുക. എന്താ മോളെ? ജയഭാരതി അമ്മേ, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുവാ. നടക്ക് നടക്ക്. എനിക്ക് പോണ്ട. എന്നെ കൊണ്ടുപോലെന്ന് പറ അമ്മേ. ഞാൻ ഇവിടെ അമ്മ എടുത്ത് നിന്നോളാം. അമ്മ ഇഷ്ടമായതുകൊണ്ടല്ലേ എന്നെ കൊണ്ടുപോലെന്ന് പറ അമ്മ. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? അയ്യോ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? അവൾക്ക് ഓർമ്മയില്ലാതെ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങോട്ട് വാ. എന്താ കാണിക്കുന്നത്? എന്നെ കൊണ്ടുപോകണമെന്ന് പറ അച്ഛാ. പ്ലീസ്, എനിക്ക് ഇവിടെ നിൽക്കാനാ ഇഷ്ടം. എനിക്ക് അച്ഛനെയും അമ്മയും ഒക്കെ ഇഷ്ടമാ. എനിക്ക് എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറ. ദേവേട്ടാ, മോള് വെറുതെ വാശി കാണിക്ക. നമുക്ക് കൊണ്ടുപോയേ പറ്റൂ. അച്ഛാ, ഇവരോടൊന്ന് പറ. ഇപ്പൊ എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറ. ചേച്ചി ഇവിടെ ഇല്ലല്ലോ. ചേച്ചി തിരിച്ചു വന്നിട്ട് ഞാൻ പൊക്കോളാം. സത്യമായിട്ട് ഞാൻ പൊക്കോളാം അച്ഛാ. മോളെ, ചേച്ചി വരുമ്പോ ചേച്ചിയെ മോളുടെ അടുത്തേക്ക് അയക്കാം. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും മോള് കൂടെ വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ വന്നത്. മോൾ അവരുടെ കൂടെ പോ. എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ. ഇതുപോലെ കുറച്ചു ദിവസം നിന്നോളൂ. വേണ്ട, ഞാൻ പോവൂല. മര്യാദയ്ക്ക് നടന്നേ. ചിലപ്പോ കുറച്ച് കരയായിരിക്കും. കരയട്ടെ, ഞാനതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നടക്കങ്ങോട്ട് വാ മോളെ. മോളെ, അച്ഛൻ പറയുന്ന കേക്ക്. പറയുന്നു കേക്ക്.
രണ്ടാളെ അവിടെ കാണാതായപ്പോ എനിക്ക് തോന്നി ഇങ്ങോട്ടാവും വന്നിട്ടുണ്ടാവുകയെന്ന്. ഇവളെ എവിടെ കൊണ്ടുപോവാ? ആറ്റുവാശ്ശേരിയിലേക്ക്. ഇവള് ആറ്റുവശ്ശേരി നിൽക്കേണ്ട പെണ്ണല്ല, കണിമംഗലത്ത് നിൽക്കേണ്ടവളാ. ഞാനത് പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട്? എന്നിട്ട് ഇപ്പൊ എന്താ അതിനൊരു മാറ്റം ഉണ്ടായത്? ഈ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞോ വിളിച്ചോണ്ട് പോവാൻ? എന്താ പരമേശ്വര സാറേ, സാറാണോ പറഞ്ഞത് അതോ ഈ നിൽക്കുന്നവരോ? അമ്മേ, പ്രശ്നം ഉണ്ടാക്കരുത്. മോൾ ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാ. ആ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ? അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് അത് അനുഭവിക്കുകയും വേണം. ഇവളെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങില്ല. ഇവളെ നിങ്ങൾ രണ്ടുപേര് വിചാരിച്ചാൽ ഇവിടുന്ന് കൊണ്ടുപോവുകയില്ല. അമ്മേ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒന്നും ഇവിടെ നടന്നതാ. വീണ്ടും ഇത് ആവർത്തിക്കാനാണോ? പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ഉദ്ദേശമുണ്ടെങ്കിലേ അത് ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിക്കോട്ടെന്ന് ഞാനങ്ങ് കരുതും. അമ്മ മാറിയേ. ഞാൻ മാറുന്നില്ല. എന്റെ പ്രിയങ്ക മോളെ ഈ വീടിനകത്താക്കിയത് ഞാനാ. അതെ, അവളുടെ കെട്ടിയോന്റെ കൂടെ ജീവിക്കാനാ. അവൾ ഈ അവസ്ഥയിലായതുകൊണ്ടേ എല്ലാം അങ്ങ് എളുപ്പമാണെന്ന് കരുതിയിരിക്കുക അല്ലേ? ദേ കാണിച്ചു തരാം ഞാൻ എല്ലാവർക്കും. സുകുമാരിയമ്മേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട. കണിമംഗലം കുടുംബത്തിന്റെ ഗൗരവം ഇതുവരെ നിങ്ങളോട് ഞങ്ങൾ കാണിച്ചിട്ടില്ല. പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ ഗൗരവം നിങ്ങളോട് ഞങ്ങൾ കാണിക്കും. എന്ത്? അതെ, കണിമംഗലത്തിന്റെ ഗൗരവം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാവോ? എന്താ നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകത? കൊല്ലാൻ നോക്കിയതിന് ജയിലിൽ ചെന്ന് കിടക്കുന്ന ഒരുത്തൻ, കുടുംബം കട്ടുമുടിക്കാൻ ശ്രമിച്ചതിന് വീടിന് പുറത്തായ വേറെ ഒരുത്തി, ഇതിനിടെ പിന്നെ പറയാൻ കൊള്ളാത്ത വേറെ ചില കാര്യങ്ങൾ. ഇതാണോ കണിമംഗലം കുടുംബത്തിന്റെ അന്തസ്? സുകുമാരിയമ്മേ, സുകുമാരിയമ്മയ്ക്ക് ചില നിർബന്ധങ്ങളുണ്ടാവും. അത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് ശഠിക്കണ്ട. പ്രിയങ്കമോളെ ഇവിടെ നിർത്തണ്ടെന്നുള്ള തിരുമേനിയുടെയും യശോദയുടെയും തീരുമാനം ശരി തന്നെയാ. പ്രിയങ്കമോളെ കൊണ്ടുപോവുക തന്നെ വേണം. ഓ, അപ്പൊ എല്ലാരും കൂടി ഇതങ്ങ് തീരുമാനിച്ചു.